കുമരകത്തെ രസകരമായ കഥയിൽ നിന്ന് വേണം തുടങ്ങാൻ. മറ്റത്തൂര് കുറേ പറഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങൾ വേണ്ട അതിലേക്ക് കടക്കാതെ, അവിടെ യു ഡി എഫിൻ്റെ ഒരു 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 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരികയും അയാൾ കുമരകത്ത് ജയിക്കുകയും ചെയ്തു. അവിടെ 3 BJP അംഗങ്ങളുടെ പിന്തുണയോടുകൂടി കോൺഗ്രസിൻ്റെ എല്ലാ അംഗങ്ങളും വോട്ട് ചെയ്ത് ഇയാളെ പ്രസിഡൻ്റാക്കി. ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ പറഞ്ഞ കാര്യം? അത് സ്വതന്ത്രനാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞു പോലെ, വെറും സ്വതന്ത്രനല്ല, യു ഡി എഫിൻ്റെ സ്വതന്ത്രനാണ്. അതായത് UDF എല്ലാവരും ചേർന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച ആളാണ്. അപ്പോൾ മറ്റത്തൂരിൽ നിങ്ങൾക്ക് ഈ ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുമരകത്ത് എന്താ ന്യായം? കുമരകത്ത് ഒരു ന്യായമില്ല. പക്ഷേ അത് ഓപ്പറേഷൻ താമരയാണെന്ന് ചോദിച്ചാൽ അത് ഓപ്പറേഷൻ താമരയല്ല. കാരണം വോട്ട് ചെയ്ത 3 BJPക്കാരെ അങ്ങ് പുറത്താക്കി BJP. അപ്പോൾ ഇതൊരു പ്രാദേശിക ഓപ്പറേഷനായിരുന്നു. കുമരകത്ത് 40 വർഷമായി CPM-നെതിരായ ഒരു 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 പ്രാദേശിക പാർട്ടികളുടെ എല്ലാവരുടെയും വികാരം അവരെല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് തീരുമാനിച്ചു. പക്ഷേ ആ വികാരത്തിന് അതിൻ്റെ മുകളിലുള്ള നേതൃത്വവും അടിപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രാദേശികമായി മറ്റത്തൂർ സംഭവിച്ചതും പ്രാദേശികമായ ഒരു വികാരം തന്നെയാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ വിപ്പ് എന്താ കൊടുക്കാൻ വൈകിയത്? വിപ്പ് കൊടുത്തതിന് ശേഷവും കൊടുക്കാൻ വൈകിയതിന് ശേഷവും വിപ്പ് കൊടുത്തില്ല എന്നും പറയുന്നു. അതിനുശേഷവും അവസാന നിമിഷം വരെ ഈ മറ്റ് സമ്മർദ്ദങ്ങൾ എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു കാര്യത്തിന് നേതൃത്വം കൊടുത്തതായി പറയുന്ന ആൾ ആ തൃശ്ശൂരുള്ള കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അല്ലേ? ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്, മറ്റത്തൂർ മാത്രമല്ല, അത് ചൊവ്വന്നൂരാണ്. 2 SDPI വോട്ടും 5 കോൺഗ്രസ് വോട്ടും ചേർന്ന് 7ആയി. അങ്ങനെയാണ് ചൊവ്വന്നൂരിൽ കോൺഗ്രസ് UDF ഭരണം പിടിച്ചത്. അവിടെ LDFന് സത്യത്തിൽ 6ആണ്, BJPക്ക് 1. ചൊവ്വന്നൂർ ഇതാണ് സംഭവിച്ചത്. അവിടെയും ഇതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പുറത്താക്കിയിട്ടുണ്ട് ഇവർക്കെതിരെ. പക്ഷേ ഞാൻ പറയുന്നു, മറ്റത്തൂർ മാത്രമല്ല, തൃശ്ശൂർ തന്നെയുള്ള ചൊവ്വന്നൂരും അതുപോലെ തന്നെ കോട്ടയത്തെ കുമരകത്തും ഇതേ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ഒരിടത്ത് SDPI ആണ്, 2ഇടത്ത് BJP ആണ്. ഇതെല്ലാം പ്രാദേശിക ഓപ്പറേഷനുകളാണ് എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അതൊരു വലിയ ഓപ്പറേഷൻ താമര എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന ദേശീയതല ഓപ്പറേഷൻ പോലെ ആണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ അപ്പോഴും അതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, അതിൻ്റെ തൊട്ട് മുകളിലുള്ള നേതാക്കൾക്കെതിരെയും ഇതിൻ്റെ ആരോപണത്തിൻ്റെ മുന്നേ പോകുന്നുണ്ട്.